ഒന്നും അറിയാത്തവരായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് എല്ലാം അറിയുന്നവരാക്കി മാറ്റാൻ കാഴ്ചയും കേൾവിയും ബുദ്ധിയും നാഥൻ സമ്മാനിച്ചിട്ട് എത്ര പേർ ആ നാഥന് നന്ദി കാണിക്കുന്നുണ്ട്. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹധനരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, കുഞ്ഞുമക്കളെ, അള്ളാഹു നമ്മെ ഒരു വലിയ കാര്യം അതിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അത് അവസാനിപ്പിച്ചത് വല്ലാത്തൊരു താക്കീതോട് കൂടിയിട്ടുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഉമ്മാൻ്റെ വയറ്റിൽ നിന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങളെ അള്ളാഹു ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന്, ഇത് ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഉമ്മാൻ്റെ വയറ് തന്നെയാണ് കാണേണ്ടത്. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് നമ്മളെല്ലാവരും എത്ര പ്രായമുള്ളവരായാലും എത്ര ചെറിയവരായാലും നമ്മളൊക്കെ വന്നത്, നമ്മളെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് പുറപ്പെടുവിച്ചത്, പുറത്തേക്ക് കൊണ്ടുവന്നത് ഉമ്മാൻ്റെ വയറ്റിൽ നിന്നാണ്. ഏത് രൂപത്തിലാണ് നമ്മൾ വന്നത്? ഒന്നും അറിയാത്തവരായി. അതാണ് പറഞ്ഞത്, ലാ തഅലമൂന ശൈഅ. യാതൊന്നും അറിയാത്തവരായി, വാവിട്ട് നിലവിളിക്കാൻ, വിശന്നാലും മൂത്രമൊഴിച്ചാലും അപ്പിയിട്ടാലും വേറെന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഉണ്ടെങ്കിലും ഒക്കെ നിലവിളിക്കാൻ മാത്രമറിയാവുന്ന ഒരവസ്ഥയിൽ വേറെ ഒന്നും അറിയാത്തവരായി നമ്മളൊക്കെ നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ ഓരോ പ്രായഘടനയും കടന്നു പോന്നവരായ നമ്മളൊക്കെ ആ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ഒന്നും അറിയാത്തവരായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഇവിടെ എത്തിയ നമ്മളെ എല്ലാം അറിയുന്നവരാക്കി മാറ്റുന്നതിന് പടച്ച തമ്പുരാൻ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ സമ്മാനിച്ചു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വെറും ചെവിയല്ല, കേൾക്കാൻ കഴിയുന്ന ചെവി തന്നു, കേൾവിശക്തിയുള്ള ചെവി തന്നു. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു കഴിവ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എവിടെയായിരിക്കും, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപ്പക്കത്തോ നമ്മുടെ പരിചയത്തിലോ ഒക്കെയുള്ള ഇത്തരത്തിൽ കേൾക്കാൻ കഴിയാത്ത, കാണാൻ ചെവിയുണ്ട് പക്ഷെ കേൾക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു സഹോദരനെക്കുറിച്ച്, ഒരു സഹോദരിയെക്കുറിച്ച്, ഒരു കുട്ടിയെക്കുറിച്ച് അത് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം മനസ്സിൽ ഈ കേൾവിശക്തിയുള്ള ചെവി തന്നതിന് പടച്ച തമ്പുരാനോട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോവാനും നമുക്ക് സാധ്യമാവണം. അപ്പോഴാണ് നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇനി വെറും കണ്ണല്ല, ഇങ്ങനെ മിഴിച്ചു നോക്കുന്ന കണ്ണല്ല, കാഴ്ചയുള്ള കണ്ണ്. അത് എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ആ കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എവിടെയായിരിക്കും? എന്നെ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത്? ആ രൂപത്തിലുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. കേൾക്കാത്ത ഒരു മനുഷ്യനെ, കാണാത്ത ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് സഹതാപത്തോടു കൂടി, അല്ലെങ്കിൽ ആ കുട്ടിനെ പോറ്റുന്ന ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു ഗതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഞാനായിരുന്നുവെങ്കിൽ, അങ്ങനെ ഞാനായില്ലല്ലോ, അൽഹംദുലില്ലാ. ഇനി അതിൻ്റെ കൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞ സംഗതി, കേൾവിയുള്ള കാതും കാഴ്ചയുള്ള കണ്ണും മാത്രമുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല, ബുദ്ധി കൂടി നമുക്ക് വേണം. കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ, ഒന്നുമേ അറിയാത്ത ഒരു മനുഷ്യനായി പിറന്നു വീണ എനിക്ക് എവിടെയോ എത്തണമെങ്കിൽ, എത്താൻ കഴിഞ്ഞുവെങ്കിൽ, എനിക്ക് പടച്ച തമ്പുരാൻ ഞാൻ പുറത്ത് കാണുക പോലും ചെയ്യാത്ത തലച്ചോറ്, ഹൃദയം,
അതിനകത്തുള്ള എന്തൊക്കെയോ സംവിധാനങ്ങൾ, ഞരമ്പുകൾ, ചെറിയ ചെറിയ സെല്ലുകൾ, ഇതെല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് പടച്ചവൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കുന്നത്. ആ ബുദ്ധി പടച്ചവൻ എനിക്ക് തന്നു. ഏറ്റക്കുറച്ചിലുകൾ നമ്മൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അൽഹംദുലില്ലാ, ഈ അൽഹംദുലില്ലാ സ്വയം പറയിപ്പിച്ചുകൊണ്ട്, സ്വയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. അത് അവസാനിപ്പിച്ചത് പടച്ചോന് ഇതൊക്കെ തന്നിട്ട് എത്ര കുറഞ്ഞ പേരാണ് ഇതെല്ലാം സമ്മാനിച്ചിട്ട്, എത്ര പേരാണ് ഇതൊക്കെ തന്ന നാഥന്, പടച്ചവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇതാണ് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടക്കുമ്പോൾ എന്നെ പടച്ചോന് കേൾവിയുള്ള കാത് തന്ന്, കാഴ്ചയുള്ള കണ്ണ് തന്ന്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി തന്ന്, കഴിവുകൾ തന്ന് എന്നെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ, ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ പടച്ച തമ്പുരാന് ചില തീരുമാനങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. എന്നെ എൻ്റെ റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നോട്ടം ഇത് ഞാൻ എൻ്റെ ഈ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് ഞാൻ എന്തൊക്കെ കാണുന്നു, എങ്ങനെ കാണുന്നു? റബ്ബ് കാണരുത് എന്ന് പറഞ്ഞത് ഞാൻ കാണുന്നുണ്ടോ? കാണണം എന്ന് പറഞ്ഞതിനെ കാണേണ്ട രൂപത്തിൽ കാണുന്നുണ്ടോ? കേൾവി തന്ന പടച്ചോന് പലതും എന്നോട് ഈ കേൾവി ഉപയോഗിച്ചുകൊണ്ട് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കാതിരിക്കുന്നുണ്ടോ? അതല്ല, അതിനെ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ ദേഹേച്ഛക്കടിപ്പെട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം ഇയർഫോൺ വെച്ച് ഞാൻ കേൾക്കുന്നുണ്ടോ? അതല്ല, കേൾക്കേണ്ടത് മാത്രം കേട്ട് അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ റബ്ബ് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവ് തന്നു. കാലങ്ങളായിട്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ആദ്യകാലത്ത് മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങൾ മാത്രമല്ല, അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചത് ഏറെ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ സാധ്യമാവുന്ന തരത്തിൽ വിരൽത്തുമ്പിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അല്ലമൽ ഇൻസാന മാലം യാലം അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു. മനുഷ്യനറിയാത്തത് പലതും പഠിപ്പിച്ചു. ഇനിയും പഠിപ്പിക്കാനിരിക്കുന്നു. പുതിയ തലമുറ, പുതിയ ജനറേഷൻ, ജനനം മുതൽ തന്നെ ആ കുട്ടികളെ വാച്ച് ചെയ്താൽ, അവരെ നമ്മൾ വീക്ഷിച്ചാൽ, ശ്രദ്ധിച്ചാൽ, കഴിഞ്ഞ ഒരു തലമുറയിലെ മക്കളിൽ നിന്ന് ഈ മക്കൾക്ക് വന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് പടച്ച തമ്പുരാൻ അവരെ സൃഷ്ടിക്കുന്നത് ടെക്നോളജി ഏറെ വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നതിനും പുതിയ പല മേഖലയിലേക്കും എത്തുന്നതിനും പാകമാവുന്ന തരത്തിലാണ് അവർക്ക് നൽകുന്ന ബുദ്ധിയും അവരുടെ കാഴ്ചയും അവരുടെ കേൾവിയും അവർക്ക് നൽകുന്ന വ്യത്യസ്ത സംവിധാനങ്ങളും പടച്ച തമ്പുരാൻ അത് അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. സുബ്ഹാനല്ലാഹ്, എത്ര നമുക്ക് സുബ്ഹാനല്ലാഹ് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യഘട്ടത്തിലെ പഴയ തലമുറയിലെ നമ്മൾ ജീവിച്ച കാലമെല്ലാം ഈ അതിനിടയിലൂടെ കടന്നു പോന്ന തലമുറ ജീവിച്ച് കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനിരിക്കുന്ന തലമുറ കടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ച കാലത്തെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും വന്ന വിഷയങ്ങളെല്ലാം ഇവർ കൈകാര്യം ചെയ്യുന്നത് അതിൽ വന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തതിൻ്റെ പേരിൽ. നേരത്തെ സത്താർ മൗലവി സംസാരിച്ച സമയത്ത് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, കുടുംബ സദസ്സിൽ ചെന്നിരിക്കുമ്പോഴേ ആ കുടുംബത്തെ കൂടി സ്വർഗത്തിൽ നമുക്കവരോടൊപ്പം എത്താൻ സാധിക്കുമെങ്കിൽ, എനിക്ക് തമാശയിലൂടെയാണെങ്കിൽ പോലും ആ കുടുംബം തന്നെയാണ്, ആ ഇണ തന്നെയാണ് അവിടെയും എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഘട്ടം
അത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കുടുംബ പശ്ചാത്തലം എന്ന് നമുക്കറിയാം. അവിടെ വെച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമുണ്ട്. ഒരാൾക്കും ഒരടങ്ങാറും എന്നെ കൊണ്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനും എന്നെ കൊണ്ടൊരു ഇടങ്ങാറുണ്ടാവില്ല. എൻ്റെ മക്കൾക്കുണ്ടാവില്ല, എൻ്റെ മരുമക്കൾക്കുണ്ടാവില്ല, എൻ്റെ പേരമക്കൾക്കുണ്ടാവില്ല, എൻ്റെ അയൽവാസികൾക്കുണ്ടാവില്ല, എൻ്റെ ഇണക്കുണ്ടാവില്ല, ഉമ്മാക്കുണ്ടാവില്ല, ഉപ്പാക്കുണ്ടാവില്ല, കുടുംബത്തിന് ആർക്കും ഉണ്ടാവില്ല. നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ അവിടെ ചിത്രീകരിക്കുന്നത്. ആ ഒരു വ്യക്തി ആര് എന്നത് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഒരിക്കലും നിങ്ങളാരും ഏതോ അർത്ഥത്തിൽ ഇന്ന് നമുക്ക് ഖുർആൻ സുന്നത്തും ഒക്കെ ചരിത്രവും ഒക്കെ പഠിക്കാൻ ഒരു ക്ലാസ്സിന് പോയി ഇരുന്നാൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് സംവിധാനങ്ങൾ ഉള്ള ഒരു കാലത്ത് ഏതോ രൂപത്തിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഒരു സൂറത്ത് നമ്മൾ അതിൻ്റെ വിശദീകരണം വെച്ച് ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് അത് ഓൺലൈനിലൂടെ ആവട്ടെ ഓഫ്ലൈനിലൂടെ ആവട്ടെ, അടുക്കളയിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാവട്ടെ, നമ്മൾ ഇയർഫോൺ വെച്ചുകൊണ്ട് നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാവട്ടെ, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ആ അർത്ഥത്തിൽ തീരെ ആളുകൾ ഇന്ന് പഠന മേഖലയിലൊക്കെ വിട്ടുപോയി എന്ന് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല. ഉണ്ട്, ചെറിയ തലമുറയടക്കമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ മുതിർന്നവരെ ആദരിച്ച സമയത്ത് ആ നല്ല മുതിർന്നവരായ ഉസ്താദുമാരെ ആദരിക്കാൻ യുവാക്കളായ 2 ആളുകളെയും ഒരു സഹോദരിയെയും വിളിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരാണ് യഥാർത്ഥത്തിൽ മുതിർന്നവരെ ആദരിക്കേണ്ടത്. അവരുടെ മനസ്സിലാണ് അത് കോറിയിടേണ്ടത്. അത് ആ യുവാവ് വളരെ സന്തോഷത്തോടെ ചിരിയോട് കൂടിയിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാണ് യുവതലമുറ. കഴിഞ്ഞ മാസം വാലില്ലാപ്പുഴയിൽ ഒരു മഹല്ല് സംഗമത്തിന് പോയപ്പോൾ അവിടെ അവർ വളരെ ആവേശത്തോടു കൂടിയിട്ട് അതിൻ്റെ ഭാരവാഹികൾ പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ മഹല്ലിൻ്റെ മുഴുവൻ വിജയവും എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കൾ ഈ മഹല്ലിനോടൊപ്പമുണ്ട്, ഈ മഹല്ലിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഓടി നടക്കുന്നത്. പ്രത്യേകിച്ചും റമദാൻ കഴിഞ്ഞ ഉടനെയായിരുന്നു, തൊട്ടടുത്ത ആഴ്ച. ഈ റമദാനിലെ ഏറെ സജീവതയോടെ ഈ പള്ളിയെ നിലനിർത്തിയത് ഈ പ്രദേശത്തെ യുവാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സത്യത്തിൽ കുറേ അൽഹംദുലില്ലാ പറഞ്ഞു. ഇതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു പ്രദേശത്തെ യുവാക്കളും യുവതികളും ആ പ്രദേശത്തെ മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളെയും മദ്രസകളെയും അവിടുത്തെ കുട്ടികളെയും ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് മാറ്റമുണ്ടാവും, ഉയർച്ചയുണ്ടാവും, വളർച്ചയുണ്ടാവും എന്ന് ഉറപ്പാണ്. ആ ഒരു തരത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന യുവാക്കൾ കൂടുതൽ ഈ മഹല്ലിനെ മനസ്സിലാക്കാനും ഈ മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രായമായ ഓരോരുത്തരും ഈ സ്റ്റെപ്പ് വെച്ച് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പ്രായമായവർ തന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് അവർ വീഴാതിരിക്കാൻ പിടിച്ചു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പെടഞ്ഞു, പടച്ച റബ്ബേ വീണു പോവരുതേ എന്ന്. ആ വ്യക്തി വീണു പോവരുതേ എന്ന് മാത്രമല്ല മനസ്സിൽ പ്രാർത്ഥിച്ചത്, നമ്മുടെ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ഇവരുടെയൊക്കെ തലമുറയുടെ അവസാനത്തോടു കൂടിയിട്ട് വീണു പോവരുതേ എന്നുകൂടിയാണ് പ്രാർത്ഥിച്ചത്. ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ വ്യക്തി ഞാൻ അങ്ങനെയാവണം എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഒരാളോടും അസൂയ വെച്ച് പുലർത്താത്ത, ഏഷണി പറയാത്ത, പരദൂഷണം പറയാത്ത, കുത്തുവാക്ക് പറയാത്ത, വഞ്ചിക്കാത്ത, ഒരു മനുഷ്യനെയും മനസ്സിനെ നോവിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാത്ത, അരുത് 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 എന്ന് പറഞ്ഞുകൊണ്ട് അള്ള പറഞ്ഞ ഓരോന്നും എന്നോടാണല്ലോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് കുറിച്ച് വെച്ചിട്ട് എന്നിൽ അതിലേതൊക്കെയുണ്ട് അത് ഞാൻ വെട്ടിക്കളയുക. ഉള്ളതിനെ തിക്കിട്ട് നമ്മൾ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം ഞാൻ ഖുർആൻ പറഞ്ഞ തരത്തിൽ അള്ള ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും. അത് എങ്ങനെയൊക്കെയാണ്? പഴയ കാലത്തെ പോലെ ആളുകൾ കൂടിച്ചേർന്ന് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക് ഇന്ന് സമയമില്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന തരത്തിൽ
പഴയ കാലത്ത് ഏഷണിയും പരദൂഷണവും അപ്പറയുന്ന ആളുകൾക്കിടയിൽ മാത്രമായിരുന്നു, കാണുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രമായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ ഉൾക്കൊള്ളുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ യാതൊന്നുമേ ചിന്തിക്കാത്ത തരത്തിൽ കേൾക്കുന്നത് രാഷ്ട്രീയ മേഖലയാവട്ടെ, വിഷയങ്ങളാവട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നമാവട്ടെ, എന്ത് വിഷയമാണെങ്കിലും ഞാനൊരു സാധനം അതിൽ വിരൽ വെച്ച് ഞാൻ വരച്ചു വെക്കുന്നുണ്ടെങ്കിൽ, കുറിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ശബ്ദം വെച്ച് ഞാൻ അത് വോയിസ് ക്ലിപ്പായിട്ട് ഞാൻ വിടുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എനിക്കതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? ഞാൻ ഈ പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ പോലും നിങ്ങൾ അത് ഏഷണിയായിട്ട് പരദൂഷണമായിട്ട് മാറുന്നുണ്ടോ? എങ്കിൽ പോട്ടെ, അത് പോയിട്ടില്ലല്ലോ, ഡിലീറ്റ്. ഈ രൂപത്തിലുള്ളൊരു ശ്രദ്ധ നമുക്കിന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പേടിയോട് കൂടിയിട്ട് ആലോചിക്കും എന്നെക്കുറിച്ച് തന്നെ. പടച്ച റബ്ബേ, വെറുതെ ഈ സോഷ്യൽ മീഡിയകളെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ, നന്മക്ക് വേണ്ടി നല്ല ഒരു മേഖല പടച്ചോൻ ഈ ടെക്നോളജിയുടെ കാലത്ത് നമുക്ക് കോവിഡാനന്തരം തുറന്നു വെച്ചിരിക്കുന്നൊരു മേഖലയാണ്. പക്ഷെ അത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടും, അത് ചെറിയ ചെറിയ തെറ്റുകളെ കൂട്ടിഘടിപ്പിച്ച് മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വിറക് കൊണ്ടുവരി എന്ന് കൊട്ടം മരുഭൂമിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പാഠത്തിലൂടെ നമുക്ക് തന്നൊരു വലിയ പാഠം, അത് ഇന്ന് ഇതിലൂടെ തൊടുത്തുവിടുന്ന ചെറിയ ചെറിയ ഓരോ സംഗതികളും വെച്ച് ഞാൻ ചെയ്യുന്ന ധാരാളം നന്മകളെ, ഇതിലൂടെ ഉരുണ്ടുകൂടി വന്നിരിക്കുന്ന തിന്മകൾ, അത് മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ നന്മകളെ നഷ്ടപ്പെടുത്തുന്നതായി മാറുമോ എന്ന് നമ്മൾ തീർച്ചയായും പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടതുണ്ട്. മരുഭൂമിയിലെ കഥ മക്കൾക്കറിയായിരിക്കും. നിങ്ങൾ കേട്ടിരുന്നു? എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ചുറുചുറുക്കോടെ ശ്രദ്ധിച്ചിരിക്കുന്ന 3 മക്കൾ ഇവിടെ ഉണ്ട്. ആ കഥ നിങ്ങൾ മറന്നു വരുത്. വീട്ടിലെ ഉമ്മ അവിടെ വന്നിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലൂടെ സഹാബികളുമായിട്ട് പോണ സമയത്ത് മരുഭൂമി എന്ന് പറയാണ്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വിറക് കൊണ്ടുവരി. ഉടനെ സഹാബികൾ പറഞ്ഞു, എവിടുന്നാണ് പ്രവാചകരെ ഇവിടുന്ന് വിറക് കിട്ടുക? മരുഭൂമിയിലാണല്ലോ, കാടൊന്നല്ല, നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ തെങ്ങും മട്ടലും ഒന്നുള്ള സ്ഥലമല്ല. നിങ്ങൾ പോയി നോക്കി, എന്തെങ്കിലുമൊക്കെ കിട്ടും, പോയി നോക്കി. പ്രവാചകൻ പറയാണല്ലോ, എല്ലാവരും കൊണ്ട് ഇറങ്ങി. ചെറിയൊരു കൊമ്പ് കിട്ടി, ഒരാൾക്കൊരു കൊമ്പ് കിട്ടി, ചെറിയൊരു പൊട്ട് കിട്ടി. അങ്ങനെ ആ മരുഭൂമിയിൽ എവിടെയൊക്കെയോ ചെതറിക്കിടക്കുന്ന ചെറിയ ചെറിയ കൊമ്പുകൾ ഓരോരുത്തരും പെറുക്കിക്കൊണ്ടോന്ന് ഇവിടെ അങ്ങനെ ഇട്ടു. ആദ്യം 2 കൊമ്പ് കിട്ടി, പിന്നെ അത് കൂടി 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 അവർക്ക് അന്ന് ഭക്ഷണം പാകം ചെയ്യാവുന്നിടത്തോളം ഒരു കൂമ്പാരം വിറകിൻ കഷ്ണങ്ങൾ, കൊള്ളിക്കഷ്ണങ്ങൾ അവിടെ എത്തി. ഓ, ഭക്ഷണം പാകം ചെയ്യാൻ വിറക് കിട്ടി എന്നല്ല ആ സമയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ വരിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു ഇവിടെ വിറക് കിട്ടൂല. എവിടുന്നപ്പം നമുക്ക് വിറക് കിട്ടുക? ഇപ്പം ഇഷ്ടം പോലെ കിട്ടി, ഒരു കൂമ്പാരമായി. ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ. വലിയൊരു പാഠാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാണാൻ ചെറുതേ ഉണ്ടാവുള്ളൂ, അത് ഇത്തിരിയല്ലേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി 10-60 വയസ്സാകുമ്പോഴേക്കും, അല്ലെങ്കിൽ 10-40 വയസ്സാകുമ്പോഴേക്കും, 40 എന്ന് പറയേണ്ടി വരും. കാരണം ആ രൂപത്തിലേക്കാണല്ലോ മരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തേക്ക് ചെറുത് എല്ലാം കൂടി 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 വലിയ കൂമ്പാരമായിട്ട് അവസാനം നമ്മൾ ചെയ്ത നല്ല നന്മകളെ മുഴുവനും മായ്ച്ചു കളയുന്ന തരത്തിൽ ഈ ചെറുപാപങ്ങൾ കുന്നുകൂടാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് വ്യക്തി എന്നുള്ള തലത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരത്തിൽ ആദ്യം എന്നെ ഉണർത്തുന്നത്, ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്ര രസമാണ് നമ്മുടെ കുടുംബത്തിലെ ജീവിതം എന്ന് പറയുന്നത്. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂറത്തുർ റൂമിൽ വമിൻ ആയാത്തിഹി ഇങ്ങനെ ഞാൻ ചിലപ്പം മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ നിങ്ങളോട് ഈ ആയത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. നല്ല രസത്തോടെ കോർത്തു വെച്ചിരിക്കുന്ന കുറേ ആയത്തുകളാണ്. അത് കാണാതെ പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, അതൊന്ന് ഇന്ന് പോയിട്ടോ നിങ്ങളൊന്ന് മറിച്ച് വെക്കുക, അതിൻ്റെ അർത്ഥത്തോട് കൂടിയിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്കതൊന്ന് കാണാതെ പഠിക്കണം തോന്നും. അത് കാണാതെ പഠിച്ചിട്ട് നിസ്കാരത്തിൽ ഓതുമ്പം നമുക്കതിനോട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്.
അത് തുടക്കം നമ്മൾ എന്നും പ്രഭാതത്തിൽ പ്രദോഷത്തിലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് നമുക്ക് മാതൃക കാണിച്ചു തന്ന വലിയ ഫലം അതിനാൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരായത്തോട് കൂടിയിട്ടാണ് ഈ വമിൻ ആയാത്തിഹിയിലേക്ക് അത് കിടക്കുന്നത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയം വഹീന തുൽഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. ഈ 3 ആയത്താണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന, അള്ളാഹുവിന് ഏറെയേറെ ഇഷ്ടമുള്ള, അതിലൂടെ ആ പകൽ മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്ന ആയത്തുകളാണ്. അതിനെ തുടർന്നാണ് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ശേഷം മനുഷ്യനെ ഭൂമിയിൽ പരത്തി, ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ മനുഷ്യർ വ്യാപിച്ചു. ആ വ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് ചെയ്ത ഹിക്മത്ത് എന്താണ്? അതാണ് ഇപ്പം ഞാൻ ഓതിയ ആ വമിന്നായാത്തിഹിയിലെ 2ാമത്തെ ആയത്ത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ നാം സൃഷ്ടിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓർത്ത് നോക്കി, അവിടെ തന്നെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എനിക്ക് വേണ്ട ഇണയെ എന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. എനിക്കൊരു ഇണയെ എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. 2 പേരും അങ്ങനെ ആലോചിക്കാം. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ആ ഇണ എവിടെന്നോ എങ്ങനെയോ അന്വേഷിച്ച് ബന്ധപ്പെട്ട് ആ ഒരു സംഗതികളൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇണയായി ജീവിക്കുന്നു. ആ ഇണയായി ജീവിക്കാൻ അവസരം വരുമ്പോൾ, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമ്മുടെ മക്കളെ ഉമ്മയും ഉപ്പയും അവർക്ക് വിവാഹത്തിന് വേണ്ട മറ്റെല്ലാ ഒരുക്കങ്ങളും ഒരുക്കുന്നതിന് മുമ്പ് ഏത് ഹാള് ബുക്ക് ചെയ്യണം, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം, ഭക്ഷണത്തിൻ്റെ മെനു എന്താവണം, എത്ര പേരെ പങ്കെടുപ്പിക്കണം, ഫുഡ് ഏതെല്ലാം ഇനമാവണം, മെയിൻ ഭക്ഷണം ഏതൊക്കെ, ജ്യൂസ് ഏതൊക്കെ തരത്തിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. ആഭരണം സ്വർണം വേണോ വേണ്ടേ, അന്ന് ഇടണോ ഇടണ്ടേ, തലേന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെ, ഇങ്ങനെ എന്തൊക്കെ നമ്മളൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് അത് ശരിയായാൽ നമ്മൾ ആലോചിക്കും. എന്നാൽ അതാണോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്? എൻ്റെ മോള് എങ്ങോട്ടാണ് പോണത്? ഞാൻ ഇന്നലെ ചെന്നോളൊരു പള്ളിയിൽ പോയപ്പം ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ഈ മാസം അവസാനത്തിൽ മോളെ കല്യാണമാണ്, അനിയത്തിയുടെ കല്യാണമാണ്. ഓൾ ഇന്നലെ ഇങ്ങനെ എൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്, കുറച്ച് ദിവസമായിട്ട് പുരയിൽ പുരപ്പണി നടക്കണമുണ്ട്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, അതെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം കേട്ടോ. അപ്പം എനിക്ക് കുറച്ചൊന്നും പറഞ്ഞു തന്നാൽ പോരാ, അതിന്നെ കൊണ്ടാവൂല, അത് നമുക്ക് ആരെങ്കിലും ഒന്നിനെ ഏൽപ്പിക്കണം. ഞാൻ മനസ്സിൽ കണ്ടത് നിങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഓളൊന്നാട് പറഞ്ഞേക്കൂട്ടോ എന്ന് പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ചിരിച്ചു. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന നല്ല മക്കളാണ്. പക്ഷെ കുടുംബജീവിതം എന്ത് എന്നത് അതങ്ങനെ തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ രസമായിട്ട് ഒരു പേടിയും കൂടാതെ ഇന്ന് അത്തരത്തിലുള്ളൊരു പഠനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു ധൈര്യം മറ്റ് പുറമെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിലെ താളപ്പിഴകളും നേരത്തെ സത്താർ മൗലവി പറഞ്ഞതുപോലെ ത്വലാഖുകളുടെ ഒരു പ്രളയവും അതിലേക്ക് കാരണമാവുന്ന കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതിനെയല്ല നമ്മൾ മുന്നോട്ടെടുത്തിട്ട് പറയേണ്ടത്. ഏറ്റവും സുന്ദരമായ ഒരു കുടുംബജീവിതം അതാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാദ്യം കിട്ടേണ്ടത് എവിടെ നിന്നാണ്? സ്വന്തം വല്യുമ്മയിൽ നിന്നും വല്യുപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കുടുംബത്തിലെ ഇണകളായി ജീവിക്കുന്ന മുതിർന്നവരിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കിട്ടണം. അതോടൊപ്പം ഞാൻ തുടങ്ങിയത് ഈ ഒരു തലമുറയിൽ പഴയ തലമുറയിലെ കുടുംബജീവിതത്തിൽ നിന്നൊക്കെ വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഞാനിതിന് തുടക്കം കുറിച്ചത്.